ശ്രീജിത്ത് കോരിക്കാവ്. ചിത്രത്തിൻ്റെ നീ വന്നതും നടയിൽ നിന്നു കരഞ്ഞതും സ്വാഗതം ചെയ്തോളൂ. അടുത്തത് നമുക്ക് പറയാനുള്ളത് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വടു എന്ന ഈ ചിത്രത്തിലെ പാട്ടുകളിപ്പോൾ നമ്മളെല്ലാവരും കേട്ടു. എല്ലാം നല്ല മെലഡി. ഇപ്പം നമ്മൾ അടുത്ത കാലത്ത് കുറച്ച് എന്താ പറയുക, കൂടുതലും മെലഡി കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണല്ലോ. അപ്പോൾ ഈ ഒരു പാട്ടുകൾ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം. അദ്ദേഹത്തിന് എൻ്റെ സൈഗാളിന് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം. ശ്രീജിത്ത് ഉണ്ടായിരുന്ന കൂടെ ത്രൂ ഔട്ട് കരഞ്ഞുകൊണ്ടിരുന്നത് ഇന്നും എൻ്റെ കണ്ണിലുണ്ട്. അമ്മയുടെ അവസാനത്തെ പാട്ടുള്ളത് മരണത്തെക്കുറിച്ചിട്ടുള്ളൊരു പാട്ടായിരുന്നു. അതിപ്പോഴും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയായിട്ട്. അപ്പോൾ അവർ രണ്ടുപേരും ഇന്നത്തെ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് ചെയ്യുന്നൊരു മൂവിയിൽ പാടാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. നല്ലൊരു പാട്ട് എല്ലാവരും എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മുടെ സൈഗളിനെ കുറിച്ച് രണ്ട് വാക്ക്. ഞാൻ അദ്ദേഹത്തെ ആദ്യം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് നല്ല പരിചയമുള്ളൊരു സംഗീത സംവിധായകൻ്റെ ഛായ എന്നതാണ്. നമ്മുടെ തമിഴിലെ ദേവാസാറിനെ കണ്ടിട്ടില്ലേ? ദേവാസാറിൻ്റെ ഛായ തോന്നിയോ? അപ്പോൾ അതിനകത്ത് അദ്ദേഹം പാടി അഭിനയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ വരട്ടെ, സക്സസ്ഫുൾ ആകട്ടെ. വടു വന്ന ഈ മൂവി ഒരു വമ്പിച്ച വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ബെസ്റ്റ് വിഷസ്. Please be remain on the stage, please. അടുത്തത് താങ്ക് യു ബിന്ദു. ഒരുപാട് നന്ദി ഫാദർ, ഞങ്ങൾക്ക് ഈ ഒരു വേദി ഒരുക്കി തന്നതിനും ഞങ്ങളോട് സഹകരിച്ചതിനും. അതുപോലെ അതിനൊപ്പം ഈ ഒരു പരിപാടി ഇത്രയും മനോഹരം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുകയാണ്. സിനിമ 2 മാസത്തിനുള്ളിൽ അത് തിയേറ്ററിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. എന്തായാലും ഈ ഒരു ജീവിതത്തിൽ ഒരു കലാകാരന്മാരുടെ ഒരു വലിയൊരു ആഗ്രഹമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു സിനിമ സംഗീതത്തിലേക്ക് എത്തുക എന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് ആ നിമിഷം ഒരു പൂർത്തീകരിച്ച ഒരു സമയമാണ്. അതിലെൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് വഴി തുറന്ന ശ്രീ സെബാസ്റ്റ്യൻ ഇതിലുണ്ട്. ഈ സിനിമയിലേക്ക് എനിക്ക് വഴി തുറന്ന ഈ ഒരു വേദിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് വലിയ കാര്യമാണ്. കൂടാതെ കൊല്ലം മിയാട്ടി മൽഹാർ എന്ന രാഗത്തിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു നാടൻ പാട്ട് ചെയ്തേക്കുന്നത് രാഗം ബേസ് ചെയ്തിട്ടൊന്നുമല്ല, ഒരു അടിപൊളി പാട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഇവിടെ നിന്ന് അധികം സംസാരിക്കാനുള്ള സമയമില്ലാത്തതിൽ ഒരു പെട്ടെന്ന് പറഞ്ഞ ഒരു വേദി, ഇത്രയും നല്ലൊരു നല്ലൊരു സദസ്സ്
പിന്നെ ഏറ്റവും വലിയ ഗായിക തൊട്ടടുത്ത് ഇതിൻ്റെ എല്ലാം ഇടയിൽ വെച്ച് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കും. അടുത്തത് ആശംസകളാണ്. ചുരുങ്ങിയ വാക്കുകളിൽ ആശംസ അർപ്പിക്കുന്നതിന് വലിയ കരഘോഷങ്ങൾ മുഴങ്ങുന്ന രീതിയിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൂടാതെ സൈഗാൾ എന്നൊരു മഹാപ്രതിഭയെ സിനിമാ ലോകത്തിന് എല്ലാവരും